ഇന്ന് നമ്മുടെ ഉച്ചഭക്ഷണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ഇത് വീട്ടിലത്തെ ഉച്ചഭക്ഷണമാണ്. എൻ്റെ സ്വന്തം വീട്ടിലത്തെ അച്ചിങ്ങുപ്പേരി ഉണ്ട്, അതേപോലെ തന്നെ ഉണക്കം ചെമ്മീൻ കറി ചമ്മന്തി ഉണ്ട്, തക്കാളി വാട്ടിയതുണ്ട് കേട്ടോ. ഇപ്പം തീരെ തക്കാളി വാട്ടിയതൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ സ്ഥിരം ഉണ്ടായിരുന്നതാണ്. അച്ഛൻ എന്തോ മിനുക്ക് പണിയിലാണ്, ഫ്രിഡ്ജ് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അതിൻ്റെ ഒരു മിനുക്ക് പണിയിലാണ് കേട്ടോ. അച്ഛൻ പിന്നെ എല്ലാതും ഇങ്ങനെ നോക്കി പരീക്ഷിച്ച് യൂട്യൂബിലൊക്കെ നോക്കി എല്ലാം സെറ്റാക്കും കേട്ടോ. വേറെ പണിക്കാരൊന്നും വേറെ വിളിക്കാറൊന്നുമില്ല. അച്ഛന് അറിയണമെന്നില്ല, എന്നാലും അച്ഛൻ അതൊക്കെ നോക്കി ശരിയാക്കി എങ്ങനെയെങ്കിലും ഒക്കെ എടുക്കും കേട്ടോ. ഫ്രിഡ്ജ് ശരിയായിട്ടോ. അപ്പോൾ ഇത് ഞാൻ വരുന്ന പ്രമാണിച്ച് എന്തിട്ടാണ് കിണ്ണത്തപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോട്ടപ്പുറം ചന്തയിൽ ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞാൻ അച്ഛനോട് പറയുകയാണ്, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തേന് നല്ല അടിപൊളിയാണ്, നല്ല പളപളാന്നിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്കിത് വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ ഇപ്പോൾ കൊതിയായിട്ട് പാടില്ല. അങ്ങനെ എന്ത് ചെയ്തു, അതൊക്കെ തിന്നതിന് ശേഷം ഞാൻ അതേ തുമ്പിക്കുട്ടീനെ എടുക്കാനായിട്ട് പോയിട്ടുണ്ട് നഴ്സറിക്ക്. തുമ്പിക്കുട്ടിയും കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും കൂടെ എനിക്ക് ഹായ് തന്നു. അതിന് ശേഷം ദേ തുമ്പിക്കുട്ടീനായിട്ട് നേരെ സുക്രുവിൻ്റെ സ്കൂളിലോട്ട് ഇട്ടാം. കുറച്ച് നേരം അവിടെ പോസ്റ്റ് ചെയ്യേണ്ടി വന്നു. പോസ്റ്റ് ബോറടിച്ചില്ല, കാരണം എന്താണ്, തുമ്പിക്കുട്ടിയുടെ ഗാനമേള ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടൊരു പാട്ടൊക്കെ പാടി. അപ്പോൾ ദേ സുക്രമണിയുടെ കൂട്ടുകാരനാണ് കേട്ടത്. നേരെ വീട്ടിലോട്ട് എത്തി. നമ്മുടെ ഗിരിജ ചേച്ചി എന്തിട്ടാണ് കുറച്ച് നൈറ്റ് തുണികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനും അമ്മയും കൂടെ 3 എടുത്തു. അപ്പം അമ്മ ഇപ്പോൾ റീസെൻ്റ്ലി ചുരിദാറൊക്കെ തയ്ച്ചിടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ 2 എടുത്തു, ഞാൻ 1 എടുത്തു. അപ്പോൾ അത് തയ്ക്കാനൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ദേ സുക്രുവിന് മാഗി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ സ്ഥിരം കൊടുക്കാറില്ല, എന്നാലും വീട്ടിൽ വരുമ്പോൾ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് മാത്രം, മാസത്തിൽ 1-2 പ്രാവശ്യം മാത്രം കൊടുക്കാറുള്ളൂ. അന്നധികം മസാല ഒന്നും ചേർക്കാറില്ല. പിന്നെ ഈ കടയിലെ വീഡിയോ ഞാൻ എന്ത് മേടിക്കാനാണ് പോയതെന്ന് ഞാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ ദേ നേരെ സൂച്ചേട്ടൻ കീത്തോളിക്ക് വന്നിട്ടുണ്ട്. ആ ബസ്സിലെൻ്റെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ സൂച്ചേട്ടന് പൂട്ടിയും കൊള്ളിയും തിന്നണം, ബീഫും കൊള്ളിയും തിന്നണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകളേശ്വരയുടെ ഫ്രണ്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിന്നു. പിന്നെ എനിക്കിപ്പോൾ നോക്കിയിരിക്കാനേ കഴിയുള്ളൂ ഗൈസ്. ആയ കാലത്ത് നല്ലോണം തിന്നുകൊണ്ട് ഇപ്പോൾ എനിക്കിതൊന്നും തിന്നാൻ പറ്റില്ല. അപ്പോൾ തന്നെ വയറെടുക്കുന്നുണ്ട്. ഞാനത് തിന്നില്ല കേട്ടോ, നോക്കിയിരുന്നുള്ളൂ. ഞാൻ വീട്ടിൽ നിന്ന് ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരവ് എന്ന് പറഞ്ഞ സിനിമക്കൊക്കെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.